ആപ്കെ അദാലത്തിൽ ആചാര്യ പ്രമോദ് കൃഷ്ണൻ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം ആൾമാറാട്ടം ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. ആചാര്യ, ജനങ്ങൾക്ക് താങ്കളുടെ ഈ രൂപം അറിയാം, ആചാര്യൻ, സന്യാസി, മഹാത്മാ. പക്ഷേ എൻ്റെ അടുത്ത് താങ്കളുടെ ചെറുപ്പകാലത്തെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. താങ്കളുടെ ചെറുപ്പകാലത്തെ ആ രഹസ്യം ആപ്കെ അദാലത്തിൽ ഞാനിപ്പോൾ തുറന്നു കാണിക്കാൻ പോവാ. അത് സത്യമാണോ? താങ്കളുടെ ചെറുപ്പകാലത്ത് താങ്കൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നുള്ളത്, അതിനുശേഷം മുംബൈയിലേക്ക് പോയി സിനിമയിൽ ഹീറോ ആകാൻ വേണ്ടി? രജത് സർ, ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആൾമാറാട്ടവും പറ്റിക്കലും ഒക്കെ ഈ പേരുണ്ടല്ലോ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ പിന്നിലൊരു നല്ല അർത്ഥമുണ്ട്. അതെന്താന്ന് പറയാൻ കേട്ടോളൂ. ആ വാക്കിനുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പല രൂപമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ആൾമാറാട്ടം വാക്ക് ആദ്യം ആർക്കാ ഉപയോഗിച്ചതെന്നറിയാവോ? ആഴ്ക്കടലിലൊരു ചുഴലുണ്ടാകുമ്പോൾ രാക്ഷസന്റെ ഭാഗത്തായിട്ട് ഭഗവാൻ വിഷ്ണുവിനെ പറഞ്ഞതാണ്, ഇവൻ ഒരുപാട് രൂപങ്ങളിൽ വന്ന് പറ്റിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവനെ ഒരു ഭഗവാനായിട്ട് കരുതാൻ പറ്റില്ലെന്ന് പറഞ്ഞത് അവര്. രണ്ടാമത്തെ കാര്യം രജത് സാർ, രണ്ടാമത്തെ കാര്യം ആൾമാറാട്ടവും പറ്റിക്കലെന്ന് പറയുന്നത് ശരിക്കും ശ്രീകൃഷ്ണനാണ്. ദുര്യോധനം ഇത് പറഞ്ഞതാണ്, ദുശ്ശാസനം ഇത് പറഞ്ഞതാണ്. ആൾമാറാട്ടവും പറ്റിക്കുന്നവനാണ് നീ എന്ന്, ഒരു തന്ത്രക്കാരനാ നീ എന്നും പറഞ്ഞു, വെണ്ണ കക്കുന്നവനാന്നും പറഞ്ഞു, നീ ഒരു ജഗജാല കില്ലാടിയാന്നും പറഞ്ഞു. ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് എന്തൊക്കെ വാക്കുകളാ പറഞ്ഞെന്നറിയാവോ? അതൊന്നും ഈ ലോകത്തിൽ ആർക്കും ഓർമ്മയുണ്ടാവില്ല. പക്ഷേ ഈ കുരുക്ഷേത്ര ഭൂമിയില് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് വരെ ലോകം കേട്ട് അനുസരിക്കുന്നുണ്ട് സാർ. ഇതില് ചോദ്യം എന്താന്ന് വെച്ചാൽ രജത് സാർ, അതുകൊണ്ടാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് താങ്കളുടെ ആ ഫോട്ടോ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്കളുടെ ചെറുപ്പകാലത്തെ ചില ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, കാണും. അക്കാലത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ജനങ്ങളും കാണട്ടെ. സ്മാർട്ടായിട്ടുള്ള ലുക്കോടുകൂടി ഹീറോ ആകാൻ പോയതല്ലേ? അതിന് വീട്ടിൽ നിന്ന് പണമോ സ്വർണമോ ഒക്കെ എടുത്തോണ്ട് പോയോ? എനിക്കിത് കാണുമ്പോൾ വളരെ ആശ്ചര്യമായിട്ടുണ്ട്. എന്റെ ഫോട്ടോ കാണുന്ന സമയത്ത് തന്നെ എന്നെ കൊണ്ടുപോലും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏത് മനുഷ്യനാണോ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്, അവനാണ് അങ്ങനെ അന്ന് അവിടെ ഇരുന്നെന്ന് പറഞ്ഞ്. പക്ഷേ രജത് സാർ, एक हमें आवारा कहना कोई बड़ा इल्जाम नहीं, एक हमें आवारा कहना कोई बड़ा इल्जाम नहीं, दुनिया वाले दिल वालों को और बहुत कुछ कहते हैं. ഇപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞില്ലേ, ഞാൻ നടനാവാനായിട്ട് വീട് വിട്ട് ഓടി വന്നെന്ന്. ആക്ച്വലി രജത് സാർ, എല്ലാവരും ഒരു നടനാവാനാണ് ശ്രമിക്കുന്നത്. ചില ആൾക്കാരെ കൊണ്ട് അതാകാൻ കഴിയുന്നുണ്ട്, ചില ആൾക്കാരെ കൊണ്ട് കഴിയുന്നില്ല. ആർക്കൊക്കെ നിങ്ങളെപ്പോലത്തെ ഒരു ഡയറക്ടർ കിട്ടുന്നുണ്ടോ അവരൊക്കെ ഒരു ആക്ടർ ആയേക്കും. ആർക്കൊക്കെ നിങ്ങളെപ്പോലത്തെ ഒരു ഡയറക്ടർ കിട്ടുന്നില്ലയോ? പക്ഷേ അതിൽ മറ്റൊരു കാര്യം സത്യമല്ലേ? താങ്കൾ പൂർണ്ണമായും വീടിനെ ഉപേക്ഷിച്ച് പുറത്തു വന്നു, പക്ഷേ കയ്യിലുള്ള പൈസ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. आई मौज फकीर की दिया झोंपड़ा फूंक. പിന്നെ രജത് സാർ, നിങ്ങൾ പറഞ്ഞ ഈ കുറ്റവാക്കുകളുണ്ടല്ലോ ഇപ്പോൾ, അതൊരു വലിയ ആധാരമാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്നോ ഇന്നലെ സന്യാസി ആയതല്ല, കൊച്ചു പ്രായം തൊട്ടേ അങ്ങനെ തന്നെയാ. അതിനുശേഷം താങ്കൾക്ക് ഹീറോ ആകാൻ പറ്റാതെ പോയി. അതിനുശേഷം താങ്കൾ കവിത എഴുതാൻ തുടങ്ങി. ഫിലിമില് പാട്ടുകൾ എഴുതാൻ ട്രൈ ചെയ്ത് നോക്കിയാലേ? ട്രൈ ചെയ്തതല്ല, ഞാൻ എഴുതിയിട്ടുള്ളതാ. ഞാൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ രജത് സാർ, ഞാൻ ഈ പാട്ടും കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു സ്പെഷ്യൽ ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എഴുതാം. ഇന്ന് താങ്കൾക്കെതിരായിട്ട് നടക്കുന്ന ഈ വിചാരണയിൽ താങ്കൾ ഒരു കാര്യം പറയണം. ഏത് നാഗിനിയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് താങ്കൾ ഈ പാട്ടിൽ എഴുതിയത്? അത് പിന്നെ രജത് സാർ, ഇതൊരു 30-40 വർഷം മുമ്പ് നടന്നൊരു കഥയാണ്. ഇപ്പൊ ആ പാമ്പിന്റെ വിഷമൊക്കെ തീർന്നു പോയില്ലേ? പക്ഷേ നിങ്ങളുടെ റിസർച്ച് ടീമിനും ഞാനൊരു നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ, കാരണം അവർ അത്രയും ഡീപ്പായിട്ടാണ് റിസർച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് വേറൊരു കാര്യം, എൻ്റെ അടുത്ത് നിങ്ങളെപ്പോലത്തെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു റിസർച്ച് ടീം ഇല്ല. ഇല്ലെങ്കിൽ ഞാനും കണ്ടെത്തിയേനെ നിങ്ങൾ ആർക്ക് വേണ്ടി ആ പാട്ടൊക്കെ എഴുതി കൊടുത്തെന്നുള്ളത്. അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഈ മുംബൈക്ക് പോയപ്പോൾ
അപ്പോൾ കിഷോർ കുമാർ എന്ന് പറഞ്ഞൊരു വലിയൊരു സിംഗർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കാണാനൊരു ചാൻസ് കിട്ടി. പിന്നീട് അദ്ദേഹം ഞാൻ എഴുതിയൊരു പാട്ട് പഠിച്ചു നോക്കിയിരുന്നു. അതിലൊരു 2 കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിൽ പിന്നെ ഈ നാഗിനിയുടെ കാര്യമുണ്ട്. महकी हुई ये जुल्फें महफिल पे छा रही हैं जालिम तेरी अदाएं. ഇതൊരു 40 വർഷത്തിന് മുമ്പ് പ്രമോദ് കൃഷ്ണ എഴുതിയൊരു പാട്ടാണ്. ഇപ്പൊ എഴുതിയതെന്ന് വിചാരിക്കണ്ട. जालिम तेरी अदाएं दिल को लुभा रही हैं. മസ്താനി ചാൽ തേരി. രജത് സാർ, നിങ്ങൾ എന്റെ കൊച്ചുപ്രായത്തിന് മുമ്പുള്ള ഒരു പ്രായം എന്നെ അങ്ങോട്ട് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. മസ്താനി. പിന്നെ ഞാനൊരു കാര്യം പറയുവാണ്, പക്ക ഈ ഷോ ഒന്ന് ടെലികാസ്റ്റ് ആവുന്ന സമയത്ത് ഒരുപാട് പേർ എനിക്കെതിരെ ഇരുന്ന് ഈ ആയുധങ്ങൾ വെച്ച് ആക്രമിക്കാൻ റെഡി ആയിരിക്കും. മസ്താനി ചാൽ തേരി ജൈസെ ലഹർത്തി നാഗൻ आपास आके डस ले हमसे छुड़ा न पाए. ആചാര്യജി, പക്ഷേ താങ്കൾ പറഞ്ഞ ഈ 45 വർഷത്തിന് മുൻപത്തെ കാര്യം എന്നെ സംബന്ധിച്ച് താങ്കൾ ഇപ്പോഴും അങ്ങനെ തന്നെയാ ഉള്ളത്. ഇപ്പൊ താങ്കളുടെ ആശ്രമത്തിലും പാട്ട് പാടാറുണ്ട്, തൂ ചീസ് പടി ഹേ മസ്ത് മസ്ത് എന്ന്. രജത് സാർ, ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, അതിപ്പോ ആശ്രമമായാലും ശരി, വീടായാലും ശരി, ജീവിതത്തിൽ ഇപ്പൊ ഏത് ഭാഗത്ത് നിങ്ങൾ ഇരുന്നാലും ശരി, നല്ലൊരു മ്യൂസിക്കോ പാട്ടോ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആ ജീവിതം തന്നെ പിന്നെ വേസ്റ്റ് തന്നെയാ. നമ്മുടെ ഈ സനാതനമൊക്കെ ഉണ്ടല്ലോ, ഭാരതത്തിന്റെ ഒരു ശൈലി, ഭാരതത്തിന്റെ കൾച്ചർ, ഭാരതത്തിന്റെ ജീവിതമാർഗങ്ങൾ, ഇതിനെക്കുറിച്ച് പാട്ട് പാടാണ്ടിരിക്കാൻ ആരെ കൊണ്ട് കഴിയും? ആർക്കാ പാടാൻ ഇഷ്ടമല്ലാത്തെന്ന് പറ. മീര പാടി ഡാൻസ് കളിച്ചു, രാധയും പാടി കളിച്ച്, ഗോപികമാരും കളിച്ചോണ്ടിരുന്നു, പശുവിനെ കറക്കുന്നവർ കളിച്ച്, നമ്മുടെ ദൈവങ്ങൾ പോലും കളിച്ചിട്ടുണ്ട്, ദേവാദിദേവൻ മഹാദേവൻ പോലും കളിച്ചിട്ടുണ്ട്. രജത് സാർ, പിന്നെ രജത് സാർ, ഈ കളിയും ഡാൻസും ഒക്കെ നിങ്ങളുടെ മനസ്സിലും കാണുമല്ലോ. പക്ഷേ ഒരു സന്യാസി അതും ആശ്രമത്തിൽ വെച്ച് ഇങ്ങനെ പാട്ട് പാടിയാൽ, അതായത് തൂ ചീസ് പടി ഹേ മസ്ത് മസ്ത്. രജത് സാർ, നമ്മുടെ രാമായണത്തിൽ എന്താ ശരിക്കും പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഓരോ കാര്യവും ഓരോ പ്രാവശ്യവും മനുഷ്യർ ഓരോ കണ്ണിലാണ് കാണുന്നത്, വ്യത്യസ്തമായ കണ്ണുകൊണ്ട്. റെസ്പെക്റ്റഡ് പുരുഷോത്തമൻ ഭഗവാൻ ശ്രീരാമൻ, ഈ മുഴുവൻ ലോകവും അദ്ദേഹത്തെ ഭഗവാൻ എന്ന് പറഞ്ഞു, നമ്മളും അദ്ദേഹത്തെ ഭഗവാനായിട്ടാണ് കരുതുന്നത്. പക്ഷെ ചില ആൾക്കാർ അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തെ തന്നെ കളിയാക്കുന്നത്. അതിന് നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? ഞാനിപ്പോൾ താങ്കളോട് ചോദിക്കുന്നത്, ഹേമാമാലിനി താങ്കളുടെ ആശ്രമത്തിൽ വരുവാണെങ്കിൽ താങ്കൾ അവരെ എങ്ങനെ കാണും? എന്നെ സംബന്ധിച്ച് വരെ ഹേമമാലിനി ഇല്ലെങ്കിൽ മോണിക്ക ബേഡിയോ അല്ലെങ്കിൽ കുഴപ്പമില്ല, രാധാമ്മയായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും ശരി, രതി അഗ്നിഹോത്രി ആണെങ്കിലും ശരി, പത്മിനി കോളാപുരി ആണെങ്കിലും ശരി, ഞാൻ അവരുടെ അടുത്തുള്ള ദേവിനെയാണ് ദർശിക്കുന്നത്. അതെ, നമ്മുടെ നാട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ നാട്ടിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ശാസ്ത്രത്തിൽ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, എസ്ത്രനാദത്തു ഭുജന്തേ ദത്രദേദഥ. ഏത് ഭൂമിയിലോ ഏത് സ്ഥലത്തോ ഏത് വഴിയിലോ ഏത് നാട്ടിലോ ഏത് വീട്ടിലോ പെണ്ണുങ്ങളെ പൂജിക്കാണ്ടോ പെണ്ണുങ്ങളെ ദേവിയായിട്ട് കരുതാണ്ടിരിക്കുവാണെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും ഒരു ഐശ്വര്യം ഒരിക്കലും ഉണ്ടാവത്തില്ല. ആചാര്യജി. രജത് സാർ, എനിക്കിനി ഒരു 10 സെക്കൻഡ് സമയം തരണം. നമുക്ക് പൈസ ആവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? या देवी सर्वभूतेषु लक्ष्मी रूपेण संस्थिता नमस्तस्यै 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 नमः. നമുക്ക് അറിവ് ആവശ്യമുള്ളപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം ആവശ്യമുള്ളപ്പോഴും നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, या देवी सर्वभूतेषु सरस्वती रूपेण संस्थिता नमस्तस्यै 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 नमो नमः.
നമുക്ക് ശക്തി ആവശ്യമുള്ളപ്പോൾ, നമുക്ക് ബലം ആവശ്യമുള്ളപ്പോൾ, നമുക്കൊരു ധൈര്യം ആവശ്യമുള്ളപ്പോൾ നമ്മൾ എന്താ या പറയുന്നത്? देवी सर्वभूतेषु शक्ति रूपेण सन्निस्थिता नमस्तस्यै 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 नमो नमः. ആചാര്യജി, തീവ്രവാദി അബു സലീമിന്റെ സുഹൃത്ത് മോണിക്ക ബേഡിയെ കണ്ടിട്ട് ദേവിയാണെന്ന് പറഞ്ഞ് കൈതൊഴുന്ന ഒരേ ഒരു വ്യക്തി താങ്കൾ മാത്രമായിരിക്കും. മോണിക്ക ബേദി ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ പറ്റിച്ച് ആ തീവ്രവാദി ആയിരിക്കും അത് ചെയ്തിരിക്കാനുള്ള കാരണം. പിന്നെ എന്തോരം വലിയ ആ ശിക്ഷ ആ തീവ്രവാദിക്ക് കിട്ടിയോ അതിനേക്കാൾ വലിയൊരു ശിക്ഷയാണ് മോണിക്ക ബേഡിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഭാരതത്തിലുള്ള ലാ അതൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതൊക്കെ അങ്ങോട്ട് എടുത്തു കളഞ്ഞു. മോണിക്ക ബേഡിയായിട്ടിരിക്കുന്ന ഒരു പ്രിവിലേജ് കൊടുക്കാൻ പാടില്ല. പക്ഷേ മോണിക്ക ബേഡിയായിട്ടിരിക്കുന്ന ഒരു ശിക്ഷയും കൊടുക്കാൻ പാടില്ല സർ. ഞാൻ അറിഞ്ഞത് രാധമ്മയ്ക്ക് ജനങ്ങളുടെ മടിയിലിരിക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് താങ്കളാണെന്നാണ്. അത് രാധമ്മല്ലേ പറയണ്ടേ? രാധാമ്മയുടെ അടുത്ത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഈ പാവപ്പെട്ട പരദേശിയായ എൻ്റെ അടുത്ത് എന്തിനാ ചോദിക്കുന്നത്? താങ്കൾ അത്രയ്ക്ക് പാവപ്പെട്ട സന്യാസിയൊന്നും അല്ലല്ലോ. അത്ര വലിയ പണക്കാരനും അല്ലല്ലോന്നേ. അംബാണിയുടെ വീട്ടിലുള്ള കല്യാണത്തിന് പോയിട്ട് രാത്രി റെഡ് വൈൻ കുടിച്ചിട്ട് ഡാൻസ് കളിക്കാൻ പറ്റില്ലല്ലോ. താങ്കൾ കല്യാണത്തിന് പോയി ഡാൻസ് ഒക്കെ കളിക്കാം. പക്ഷേ താങ്കളുടെ ആശ്രമം ഒരു ഫിലിം സിറ്റിയേക്കാൾ കുറഞ്ഞതൊന്നും അല്ലല്ലോ. എല്ലാ ഫിലിം സ്റ്റാറും അവിടെ വരുന്നു, ഡാൻസ് കളിക്കുന്നുണ്ട്. അത് വളരെ പവിത്രമായിട്ടുള്ളൊരു സ്ഥലമാണ്. വളരെ ഒരു നല്ല സ്ഥലമാണ്. നമ്മുടെ പുരാണത്തിലൊക്കെ എഴുതിയിട്ടുള്ളതാണ്. ഭഗവാൻ വിഷ്ണു 10 അവതാരങ്ങൾ എടുത്തിട്ടുള്ളതാണ്. ഈ ഭൂമിക്ക് അദ്ദേഹം വന്ന അധർമ്മങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്, ധർമ്മങ്ങളെ തിരിച്ചെടുത്തോണ്ടും വന്നിട്ടുണ്ട്. ഭഗവാൻ ശ്രീരാമൻ 7ാമത്തെ അവതാരം, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് 8ാമത്തെ അവതാരം. ശ്രീ കൽക്കി നാരായണന്റെ രൂപത്തില് ഭഗവാൻ സമ്പിളായിട്ട് വരുമെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ശരിക്കും ഏത് സ്ഥലത്തോട്ടാണോ ഭഗവാൻ എത്തിയിരിക്കുന്നത് അതൊരു പുണ്യസ്ഥലമായി. എങ്ങോട്ടാണോ ദൈവം എഴുന്നള്ളി വരുന്നത് അതൊരു പുണ്യസ്ഥലമായി മാറിയിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു 18 വർഷത്തെ സങ്കല്പമാണ്. പിന്നെ ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല, സ്കന്ദപുരാണത്തിൽ ഇത് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ കൽക്കി പുരാണത്തിൽ ഇതുണ്ട്, ഭവിഷ്യപുരാണം, അഗ്നിപുരാണത്തിൽ ഇതുണ്ടെന്നേ. ശ്രീമദ് ഭാഗവത്തിന്റെ ഒരു നല്ല പോലെ ശ്ലോകവും ഉണ്ട് ഇതില്. यदा चंद्रस्य सूरस्य तथा तिस्य बृहस्पति समेशन्ति एक राशो तदा भवति तत्कृतं संभल ग्राम मुखस्य ब्राह्मणस्य महात्मना भवने विष्णु यशस्य कल्की प्रादुर्भविष्यति. ഭഗവാന്റെ കൽക്കി അവതാരം അതെവിടെയാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സമ്പൾ എന്ന് പേരുള്ള ഒരു സ്ഥലത്തായിരിക്കും അതിരിക്കുന്നത്. വിഷ്ണു എന്നുള്ള ഒരു ബ്രാഹ്മണൻ അവിടെ ഒരു അവതാരം എടുത്തിരിക്കും. ഏത് സ്ഥലത്താണോ ഭഗവാൻ അവതരിച്ചിങ്ങനെ വരുന്നത് അവിടെ ഒരു പൂജ നിങ്ങൾ ചെയ്യണം. അവിടെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കും ചെയ്യേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ച് അവിടെ മുട്ടുകൂത്തി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെല്ലാവരും കൽക്കിധാമിലോട്ട് വരവേൽക്കുന്നു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, കൽക്കി ധാമിനെ കുറിച്ച് ചോദിക്കാം. എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? സർ, എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ കൽക്കി ഭഗവാന് വേണ്ടി നല്ലൊരു ക്ഷേത്രം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചില ആൾക്കാർ വിചാരിക്കുന്നത് താങ്കൾ കൽക്കി ഭഗവാനാണെന്നാണ്. ഇപ്പോൾ തന്നെ അവതാരം എടുത്തു കഴിഞ്ഞുവെന്നും. ഇതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ദൈവം ഒരിക്കലും താൻ തന്നെയാ ദൈവം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. ആരൊക്കെയാണ് അവരെ കൽക്കി അവതാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നോ അവരെയൊക്കെ എടുത്തിട്ട് ചവിട്ടി കൂട്ടണം. പിന്നെ അയാളെ പോലും രജത് സാറിന്റെ ആത്മീയ അദാലത്തിൽ കൊണ്ടുവന്നൊന്ന് വിചാരിച്ചു വെക്കണം. ചിലര് കൽക്കി അവതാരത്തിനെ കുറിച്ചുള്ള ഫിലിം ഒക്കെ എടുത്തിട്ടുണ്ട്. അതെ, ആ കാര്യം വേറെയാണ്. ആ പടം എടുക്കണമല്ലോ. ഭഗവാന്റെ എന്തോരം അവതാരങ്ങളുണ്ടോ അത് ബേസ് ചെയ്താണ് സിനിമ എടുത്തിരിക്കുന്നത്, സീരിയൽ എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു മറ്റൊരു കാര്യം പറയാം. ഞാൻ ആദ്യമായിട്ട് ഹേമമാലിനിയെ കാണുന്ന സമയത്ത് അന്ന് ഹേമാജി പറഞ്ഞതാ ഞാൻ കൃഷ്ണന്റെ ഒരു ഭക്തയാണെന്ന്. പിന്നെ കൃഷ്ണനാണ് കലിയുഗത്തില് കൽക്കിയുടെ രൂപത്തിൽ വരാൻ പോകുന്നതെന്ന്. അന്ന് അവര് പറഞ്ഞത് കൽക്കിധാമി വന്ന് രാധാകൃഷ്ണന്റെ നാട്യം കളിക്കാൻ പോകുന്നെന്നാണ്. അവര് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. പിന്നെ മറ്റൊരു ഐഡിയ അവരെനിക്ക് തന്നിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനൊരു കാരണമുണ്ട്. ശരിക്കും അവര് പറഞ്ഞിരുന്നു നിങ്ങൾ ഭഗവാൻ കൽക്കിയെ ബേസ് ചെയ്തൊരു സിനിമ ചെയ്യണമെന്നും പറഞ്ഞു. പക്ഷെ രജിത് സാർ നിങ്ങളെ എനിക്ക് അന്ന് കിട്ടിയില്ല, ഇല്ലെങ്കിൽ ഞാൻ ആ ഫിലിം ചെയ്തിരുന്നേനെ. അന്ന് നിങ്ങളെനിക്ക് കിട്ടിയില്ല, പക്ഷെ ഫിലിം ചെയ്തേ പറ്റൂ. ഞാനിന്ന് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു,
വരുന്ന അവതാരത്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തീർച്ചയായിട്ടും ജനങ്ങൾ അറിഞ്ഞിരിക്കണം. ഭഗവാൻ രാമൻ വന്നു, പിന്നെ കൃഷ്ണൻ വന്നു, പരശുരാമൻ വന്നു. അവർക്കൊക്കെ എന്തോ ഒരു സ്വരൂപങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഈ ഭൂമിയിലോട്ട് വന്നു. കൽക്കി ഭഗവാന്റെ അവതാരം, അതാണ് അവസാനത്തെ അവതാരം. അതുകൊണ്ട് അതായത് ഭഗവാൻ വരുന്നതിന് മുൻപ് തന്നെ താങ്കൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തു. അതെന്റെ ഈ ജന്മത്തിനുള്ള ഒരു സൗഭാഗ്യമെന്നും പറയാം. ഭഗവാൻ രാമൻ വന്നു, അന്ന് അദ്ദേഹം എന്ത് രൂപത്തിലായിരുന്ന, ഞാൻ എന്ത് രൂപത്തിലായിരുന്നെന്നും അറിയത്തില്ല. പിന്നെ ഭഗവാൻ കൃഷ്ണൻ വരുന്ന സമയത്തും ഞാൻ എന്ത് രൂപത്തിലായിരുന്നെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇതൊരു വലിയ സൗഭാഗ്യമെന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പായിട്ടും അറിയാം ഭഗവാൻ ഉറപ്പായിട്ടും വരുമെന്ന്, ഈ ഭൂമിയിലോട്ട് വരുമെന്ന്. അതെനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ കൽക്കി ഡാം ഉണ്ടാക്കിയതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ, അത് ഉണ്ടാക്കാനായിട്ട് എനിക്ക് എന്ത് യോഗ്യതയുള്ളെന്ന് പറയണം നിങ്ങൾ. ജീവിതകാലം മുഴുവനും തല കീഴെ നിന്നാ പോലും ഇന്നൊരു വീട് പോലും കെട്ടാൻ പറ്റുന്നില്ല ഒരു മനുഷ്യൻ നിന്ന്. പിന്നെ എങ്ങനെ ഒരു കൽക്കി ഡാം പോലും കെട്ടുന്നത്? ദൈവത്തിനായിട്ടുള്ള ഒരു വീട് ഇവൻ കെട്ടുവന്നോ? ആരുടെ അടുത്താണോ ഭഗവാൻ അത് ചെയ്യാൻ പറയുന്നത് അവനെ കൊണ്ടേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. പലരും ഇക്കാര്യം സമ്മതിക്കാറേ ഇല്ല. അതായത് താങ്കൾ കൽക്കി ഡാം സൃഷ്ടിച്ച സമയത്ത് അഖിലേഷ് യാദവ് ആ ടെന്റെല്ലാം എടുത്ത് കളഞ്ഞു എന്ന് കേട്ടു. അതെ, അത് 100% സത്യമാണ്. നവംബർ 7, 2017 വർഷം കൽക്കി ഡാം ഉണ്ടാക്കാനായിട്ടുള്ള പണികളൊക്കെ ബേസിക്കായിട്ട് നടന്നുകൊണ്ടിരുന്നു. നമ്മുടെ നാട്ടിലുള്ള ആയിരക്കണക്കിനുള്ള സന്യാസിയും സ്വാമിമാരുമാണ് അവിടെ വന്നത്. കൽക്കി ഭഗവാന്റെ പല ലക്ഷ ഭക്തന്മാര് പല നാടുകളിൽ നിന്നാണ് അന്ന് വന്നിരുന്നത്. ഗർഭഗ്രഹത്തിനായിട്ടുള്ള കുഴി അന്ന് തോണ്ടിയിരുന്നു. പക്ഷെ നവംബർ 6, 2016 വർഷം അഖിലേഷ് യാദവിന്റെ ഗവൺമെന്റ് ഞങ്ങളത് ചെയ്യാൻ പാടില്ലെന്ന് തടഞ്ഞു. ആ ടെന്റ് തന്നെ പൊക്കി അവിടുന്ന് എറിഞ്ഞു. പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നോക്കണം, അദ്ദേഹത്തിന്റെ ടെന്റ് അവിടുന്ന് അങ്ങോട്ട് പൊക്കി എറിഞ്ഞു. നോക്കൂ, അദ്ദേഹത്തിന്റെ കൺസേൺ ആക്ച്വലി പിന്നെ 2017 അദ്ദേഹത്തിന്റെ ടെന്റ് അവിടുന്ന് അടിച്ചെറിഞ്ഞ എല്ലാരും കൂടെ. ഇന്ന് വരെ ഒരു വാഴ പോലും നടാൻ പറ്റിയിട്ടില്ല. പക്ഷേ നോക്കൂ, അദ്ദേഹത്തിന്റെ ചിന്തകളെല്ലാം ശരിയായിരുന്നില്ലേ? സമ്പൽ അങ്ങനെയുള്ള ഒരു സ്ഥലം, അവിടെയാണെങ്കിൽ മുസ്ലിങ്ങളാണ് വളരെ കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് താങ്കൾ ക്ഷേത്രം പണിതാൽ അവിടെ വലിയ പ്രശ്നം ഉണ്ടാവില്ലേ? 1947 ആരാ പിരിച്ചത്? അപ്പൊ അവിടെ കൽക്കിദാമൊന്നും ഇല്ലല്ലോ. കൽക്കിദാം ഉണ്ടാക്കാനുള്ള ഒരു സംസാരം പോലും ഇല്ല. എല്ലാം പിരിഞ്ഞതിന് ശേഷം അമ്പലവും മസൂദിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഇതുപോലത്തെ പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആരെ കൊണ്ട് പറ്റുമെങ്കിൽ അവരെ കൊണ്ടേ പറ്റത്തുള്ളൂ. അവരുടെ മനസ്സില് ഒരുപാട് കറകളുണ്ട്. അവർക്കൊരു മതമെന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല. അവരുടെ മതങ്ങളൊക്കെ കണ്ണിന്റെ തെറ്റായ ഒരു നോട്ടത്തില് ഇന്റർപ്രിട്ടേഷൻ ചെയ്യുവാണ്. മതമെന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുന്ന സമയം തൊട്ട് അവസാനം വരെ അത് തീരുന്ന കാര്യമാണ്. പക്ഷെ എങ്ങനത്തെ മതമാണ്? അതില് സ്നേഹം, കരുണ, സ്വസ്ഥത, പിന്നെ ദയ, പിന്നെയും കരുണ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവം നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? കരുണ. ദൈവം നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്? കരുണ കാണിക്കാനായിട്ട്, ദയ കാണിക്കണമെന്ന്. ദയയുടെ കടൽ. ആരാണോ ദയ കാണിക്കുന്നത്, ആരാണോ കരുണ കാണിക്കുന്നത്, അവരെ കൊണ്ട് ഒരിക്കലും വെറുപ്പിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റത്തില്ല. എങ്ങനെ അവരെ കൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റും? പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരുടെ അവസ്ഥയാണിത്. ഈ ഭാരതത്തില് ഇന്നിങ്ങനെയൊക്കെയാണുള്ളത്. ഇങ്ങനെ തന്നെ ആയിരിക്കും, നാളെയും ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവരെ, ഇത് തന്നെ പണിയായിട്ട് കരുതി നടക്കുന്നവരെല്ലാരെയും അപ്പോഴും ഒരുത്തനുണ്ടായിരുന്നു, ഇന്നും ഒരുത്തനുണ്ടായിരിക്കും, നാളെ ഒരുത്തൻ വരും. താങ്കൾ ഫറൂഖ് അബ്ദുള്ളയെ എന്ത് വിചാരിച്ചാണ് വിളിച്ചത്? പ്രശ്നം ഉണ്ടാക്കുന്ന ആളായിട്ടാണോ അതോ പ്രശ്നം തീർക്കുന്ന ആളായിട്ടാണോ? ദാ നോക്കൂ, ഒരു തനിച്ചുള്ള മനുഷ്യൻ. രജത് ശർമ്മയും കാണും, ഫറൂഖ് അബ്ദുള്ളയും കാണും. പിന്നെ രജത് സാർ, ഫറൂഖ് അബ്ദുള്ള സാറിന്റെ പൊളിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതൊന്നും ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. പക്ഷേ എപ്പോഴാണോ ഡോക്ടർ ഫറൂഖ് അബ്ദുള്ള കൽക്കിദാമിലോട്ട് വന്നത്, അന്ന് അദ്ദേഹം രാമന്റെ പാട്ടാണ് പാടിയിരുന്നത്. അന്ന് അദ്ദേഹം എന്റെ ഒപ്പം ഇരുന്നുണ്ട്. ആ സമയം അന്ന് ജമ്മു കാശ്മീരിൽ വലിയൊരു ആക്രമണം ഉണ്ടായിരുന്നു. ഞാനെന്ന് അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, ഫറൂഖ് സാർ, ഇതുപോലത്തെ നാഷണൽ ഇന്റഗ്രേഷൻ, കാമി മോദി പോലത്തെ കാര്യങ്ങൾ, സമ്പ്രദായങ്ങളൊക്കെ വെറും സ്റ്റേജിൽ മാത്രമാണ് നടക്കുന്നത്. റിയാലിറ്റിയിൽ അത് വർക്കൗട്ട് ആവുന്നില്ല. അതുകൊണ്ട് ഇതുപോലത്തെ സമ്പ്രദായ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവാണ്ട് തന്നെ പൊക്കോണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നതെന്നാ ചോദിച്ചേ. അപ്പൊ ഞാനെന്ന് ചോദിച്ചത്, നിങ്ങൾ കൽക്കിദാമിൽ എന്റെ ഒപ്പം വന്ന് യജ്ഞം ചെയ്യാൻ പറ്റുമെന്നാ ചോദിച്ചേ. അദ്ദേഹം പറഞ്ഞത് അതിലൊരു തെറ്റും ഇല്ലല്ലോ എന്നാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന. ഉടനെ അദ്ദേഹം അന്ന് പറഞ്ഞത് കുഴപ്പമില്ല, ഞാൻ നോക്കിയോളാം എന്നാണ്. എന്ത് നടന്നാലും ഐ വിൽ ഫേസ് ഇറ്റ്. ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് യജ്ഞം എന്ന് വെച്ചാൽ എന്താന്ന് പോലും അറിയത്തില്ലായിരുന്നു. അദ്ദേഹം വന്നതും അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ആവോധി ഇടണമെന്നായിരുന്നു. യജ്ഞത്തിൽ ബ്രഹ്മൻ പറഞ്ഞിട്ടുണ്ട് ആവോധി ഇടണമെന്നുള്ള കാര്യം. യജ്ഞബ്രഹ്മയിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ പ്രമോദ് കൃഷ്ണ മന്ത്രപ്രകാരം, ഇക്കാര്യം ഫറൂഖ് സാറിന് പോലും ശരിക്കും അറിയത്തില്ല. ഞാനൊരു മന്ത്രം പഠിച്ചിരുന്നതാ. ओम इंडियन मुजाहिदीनम हन फट स्वाहा. അദ്ദേഹം അതിന് ആവോധി ഇട്ടതാ. ഏത് ഫറൂഖ് അബ്ദുള്ളയാണോ ഇന്ത്യൻ മുജാഹിദിനെതിരെ
ഹോമം ചെയ്യുന്നോ രാമന്റെ പാട്ട് പാടുന്നുണ്ടോ എനിക്ക് ആ ഒരു ഫറൂഖ് അബ്ദുള്ളയെ മാത്രമേ അറിയത്തുള്ളൂ. വലിയൊരു കോൺട്രവേഴ്സി എപ്പോൾ സംഭവിച്ചെന്ന് വെച്ചാൽ താങ്കൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരുന്നു, അപ്പോഴാണ്. പിന്നെ വേറെ ആരെയാ വിളിക്കണ്ടേ? എങ്കിൽ കോൺഗ്രസിലുള്ള രാഹുൽ ഗാന്ധിയെ വിളിക്കാമായിരുന്നില്ലേ? സോണിയാഗാന്ധിയെ വിളിക്കാമായിരുന്നു. രജത് സാർ, നെറ്റിയിലാണ് തിലക ഇടാൻ പറ്റുന്നത്. പിന്നെ രജത് സാർ, ഇത് നമ്മുടെ ഒരു ശാസ്ത്രമാണെന്ന് നിങ്ങൾ കരുതിക്കോണം. ചെയ്യേണ്ട കാര്യം ഞാൻ കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകണം. ഏതൊരു അമ്പലം പണിയുന്ന സമയത്ത് ആ അടിക്കല്ല് വെക്കുന്നോ അത് ചെയ്യാനായിട്ട് കൈകൾ രണ്ടും പവിത്രമായിട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ രജത് സാർ, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഒരു നല്ല ചോദ്യമാണിത്. മനസ്സിലുള്ള കാര്യം ഞാൻ അങ്ങനെ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്നോടതിന് ക്ഷമിക്കണം. ആചാര്യ പ്രമോദ് കൃഷ്ണ എവിടെ ഉണ്ടായാലും ശരി, പക്ഷേ തിരിച്ച് തന്നെയും പിന്നെയും കോൺഗ്രസിനെ കുറിച്ച് ചോദിക്കരുത്. ഇത് രാഷ്ട്രത്തിനെ പറ്റിയുള്ളൊരു ചോദ്യമാണ്. ഇത് സനാതന പാരമ്പര്യത്തിനെ കുറിച്ചുള്ളൊരു ചോദ്യമാണ്. ശ്രീ കൽക്കി ദാമിന് അടിക്കല്ല് വെക്കുന്ന ആ ദിവസത്തില് ഒരു മനുഷ്യരും അന്ന് പറയത്തില്ല അദ്ദേഹം ബീഫ് കഴിക്കുന്നതിനുള്ള വക്കാലത്ത് പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ നാട്ടില് രാഷ്ട്രീയ വട്ടാരത്തില് നരേന്ദ്രമോദി ഒഴിച്ച ഒരു പവിത്രമായ കൈകൾ എനിക്ക് അറിയത്തില്ല. വേറെ ആരെ കൊണ്ട് ആ കല്ല് വെക്കാൻ കഴിയത്തില്ല. പിന്നെ നിങ്ങൾ ഈ കാര്യം ഒരു പ്രാവശ്യമല്ല 100 വട്ടം ചോദിച്ചാലും ഞാൻ ഇത് തന്നെ പറയത്തുള്ളൂ. എന്നെ കൊണ്ടുപോയി തൂക്കി കൊല്ലുവാന്ന് വെച്ചാലും ശരി, ഞാൻ ഈ കാര്യം എൻ്റെ കൊക്കി ജീവനുള്ള കാലം വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. നരേന്ദ്രമോദി അങ്ങനത്തെ ഉള്ള ഒരു മനുഷ്യനാണ് ഈ നാടിന്റെ രാഷ്ട്രീയ കാര്യത്തില്, ജനകീയത്തിന്റെ കാര്യത്തില്. നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരുപാട് പ്രധാനമന്ത്രികൾ വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര് വരുകയും ചെയ്യും. എല്ലാവരും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. എല്ലാവരും അവരവരുടെ വിധത്തിൽ ഈ നാടിന് വേണ്ടി സേവകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നരേന്ദ്രമോദിയെ പോലെ ഇനി ആരും വരാനും പോകുന്നില്ല, ഇനി ഒരാൾ വരുത്തുമില്ല. ആചാര്യജി, താങ്കൾ ഒരു സൈഡിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിക്കുന്നു, സനാതന ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നു, കൽക്കി ഭഗവാനെക്കുറിച്ച് സംസാരിക്കുന്നു. മറുപക്കം നോക്കുകയാണെങ്കിൽ താങ്കൾ നബി നമ്മുടെ സ്വന്തമാണെന്നും പറയുന്നു. ബേഗം ബസാർ നമ്മുടെ സ്വന്തമാണ്, നമ്മൾ അവർക്കും സ്വന്തം. ഈ ഡബിൾ ഗെയിം എങ്ങനെയാ ശരിയാകുക? നോക്കൂ രജിത് സാർ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഏറ്റവും വലിയൊരു ജേർണലിസ്റ്റാണ്. നിങ്ങളുടെ ഈ കഴിവിന് ഞാൻ കൈകൂപ്പി നന്ദി പറയുന്നു. സത്യമായിട്ട് ഞാൻ കൈകൂപ്പി പറയുന്നു. ഏതൊരു സൂഫിയും ചന്ദ്ര, സോൾ, ബേഗംബസ്, ഋഷി, മുനി, മഹാത്മാ, ത്യാഗി, തപശ്രീ, അവതാരം ഏതൊരു കമ്മ്യൂണിറ്റിയിലും ജനിക്കുന്നില്ല. ഒരു കുറിയുള്ള ജാതിക്ക് വേണ്ടിയോ അല്ല, ഒരു ടാർഗറ്റഡ് രാജ്യത്തിന് വേണ്ടിയോ അല്ല, തനിച്ചുള്ളൊരു വർഗത്തിന് വേണ്ടിയോ അല്ല. പറയുന്നതിന് ക്ഷമിക്കണം, അവർ ഈ നാടിനുള്ള എല്ലാവർക്കും സ്വന്തമാണ്. ഈ നാട്ടിലുള്ള ജനങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ള സ്വന്തം. ഏതൊരു സൂഫി, മഹാത്മാ, ചന്ദ്ര, ഋഷി, എത്ര പേര് വന്നാലും ശരി, ബേഗംബർ, റസൂൽ, എത്ര പേര് വന്നാലും ശരി, എന്തോരും ഭഗവാന്റെ അവതാരം ഉണ്ടെങ്കിലും ശരി, അവർക്ക് ഈ മുഴുവൻ ലോകത്തിന് വേണ്ടി, നല്ലതിനു വേണ്ടി വന്നവരാണ്. അവരുടെ മേത്ത് ഇവർക്ക് ഒരാൾക്ക് മാത്രമേ റൈറ്റ്സ് ഉള്ളൂ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. നിങ്ങൾക്കുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. ഞാൻ പിന്നെയും ഇത് തന്നെയാ പറയുന്നത്. ശ്രീരാമൻ എത്രയൊക്കെ ഹിന്ദുക്കാർക്ക് സ്വന്തമാണ്, അത്ര അളവിനൊരു മുസ്ലിംസിനും സ്വന്തമാണ്. പിന്നെ ബേഗംബർ എത്രയൊക്കെ മുസ്ലിംസിന് സ്വന്തമാണോ അത്ര അളവിനാണ് നമുക്കും അദ്ദേഹം സ്വന്തം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇക്കാര്യം കോൺഗ്രസിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ആണെന്നും പറയത്തില്ല, അങ്ങനെ ഇല്ലെന്നും ഞാൻ പറയത്തില്ല സാർ ഒരിക്കലും. ഞാൻ കോൺഗ്രസിലുള്ള കാലത്തും ശരി, സത്യത്തിന്റെ ഭാഗത്തും മാത്രമാണ് സാർ ഞാൻ ഉണ്ടായിരുന്നത്. ഇന്ന് ഞാൻ കോൺഗ്രസിന്റെ ഒപ്പം ഇല്ല, പക്ഷെ ഇപ്പോഴും ഞാൻ സത്യത്തിന്റെ ഭാഗത്തുണ്ട്. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓരോ ഭരണവും വരും പോകും, ഓരോ കക്ഷിയും വരും പോകും, ഓരോ പാർട്ടികളും നേതാവും വരും പോകും, ചെറുപ്പം പോകാം, നശിച്ചു പോകാം. പക്ഷെ സനാതനം അങ്ങനെ തന്നെ ഉണ്ടാവും, രാഷ്ട്രീയവും അങ്ങനെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാ, താങ്കൾ പാടിയ ഒരു പാട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കേട്ടു. നബി എത്രത്തോളം നിങ്ങളുടേതാണോ അത്രത്തോളം ഞങ്ങളുടേതും. സർ, ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? അത് ഞാൻ എഴുതിയ ഒരു പാട്ടിന്റെ ചെറിയ വരി മാത്രമാണത്. അത് ഞാൻ പ്രോഫിറ്റ് മുഹമ്മദ് സാറിന് വേണ്ടി എഴുതിയൊരു പാട്ടിന്റെ വരി മാത്രമാണത്.
എന്നെ ഒരു കാലത്ത് പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്തിരുന്നു, ഹൈദരാബാദിലോട്ട്. ഹൈദരാബാദിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവർ ചോദിച്ചിരുന്നു, ആപ്കി അദാലത്ത് പ്രോഗ്രാം കാണുമ്പോൾ ആരെങ്കിലും ഒരാൾ ഈ ചോദ്യം ചോദിക്കണമെന്ന്. കാതി പഞ്ഞു വെച്ച് അടച്ചാൽ പോലും ഇത് കേട്ടേ പറ്റൂ. ഒരു ഹിന്ദു മതഗുരു, ഒരു ഹിന്ദു മത ആചാര്യൻ എന്തും ഒടിച്ചു സംസാരിക്കുന്ന പ്രമോദ് കൃഷ്ണൻ എന്ത് പറയുമെന്ന് അവർ വിചാരിക്കും. ഈ മെസ്സേജ് തീർച്ചയായിട്ടും അവർക്കൊക്കെ പോയി ചേരണം. കളിയാക്കുന്നവർക്കൊക്കെ ഇത് തിരിച്ചടിയായിരിക്കണം. ആരൊക്കെയാണോ നമ്മുടെ ശ്രീരാമന്റെ പാരമ്പര്യത്തെ കളിയാക്കിയത്, അവർക്കിതൊരു തിരിച്ചടിയാണ്. कि मेरे सीने की धड़कन है, मेरी आंखों के तारे हैं, सहारा बेसहारों का खुदा के वो दुलारे हैं. മറ്റൊന്നും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതൊരു മെസ്സേജ്, അതായത് ജനങ്ങൾക്ക് നമ്മൾ പറയുമല്ലോ, അതായത് ഹിന്ദു അവരുടെ ദൈവം വേറെയാണ്, മുസ്ലിംസിന്റെ ദൈവം വേറെയാണ്, അവർക്കായിട്ടുള്ള മെസ്സേജാണിത്. सहारा बेसहारों का खुदा के वो दुलारे हैं, समझ कर तुम फकत अपना उन्हें तकसीम ना करना, नबी जितने तुम्हारे हैं नबी उतने हमारे हैं. പിന്നെ രജത് സാർ, ഇവിടെ എന്തോരം പേര് ഇരിക്കുന്നോ അവരെല്ലാവരും ഇന്ത്യൻസ് ആണ്. അവരൊക്കെ സനാതനത്തിന് നല്ലപോലെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. പിന്നെ രജത് സാർ, ഹിന്ദുത്വത്തെ ആരൊക്കെ എതിർക്കുന്നോ അവരൊക്കെ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കാണും. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ കയ്യടി ശബ്ദം അവരുടെ മനസ്സിലൊരു വിഷമത്തിനെ ഉണ്ടാക്കും. 90% ഹിന്ദുക്കളാണ് ഇരിക്കുന്നത്. നബിക്ക് വേണ്ടി ഈ പ്രമോദ് കൃഷ്ണൻ ഈ പാട്ട് പാടിയപ്പോൾ അതിനു വേണ്ടി എല്ലാവരും കൈയടിച്ചിട്ടുണ്ട്. പിന്നെ രജത് സാർ, ഇതാണ് സനാതനം, ഇതാണ് ഈ ഭാരതം.